അമേരിക്കയിലും ശക്തമായ ഉഷ്ണതരംഗം. അന്തരീക്ഷ ഊഷ്മാവ് പലയിടങ്ങളിലും 38 ഡിഗ്രി വരെ ഉയർന്നു. 46 ഡിഗ്രി സെന്റിഗ്രേഡ് വരെ ഉയർന്നേക്കുമെന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം ഇപ്പോൾ നൽകുന്ന സൂചന. കനത്ത ചൂടിനെ തുടർന്ന് പലയിടങ്ങളിലും ഇന്ന് നടത്താനിരുന്ന അമേരിക്കയുടെ 250ാമത്തെ സ്വാതന്ത്ര്യദിന ആഘോഷങ്ങൾ മാറ്റിവെച്ചിരിക്കുകയാണ്. ഐസൺ ജോസ് ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്നും ചേരുന്നു. ഐസൺ, ഈ സ്വാതന്ത്ര്യദിന ആഘോഷങ്ങൾ ഉൾപ്പെടെ മാറ്റിവെക്കുന്ന രീതിയിൽ അത്രത്തോളം അതിശക്തമായ ചൂട് അമേരിക്കയുടെ എല്ലാ സ്റ്റേറ്റുകളിലും ആഞ്ഞടിക്കുന്നു എന്ന് വേണോ മനസ്സിലാക്കാൻ ഐസൺ? ഗൗതം, അമേരിക്കയുടെ ഏതാണ്ട് പകുതിയിലേറെ സ്റ്റേറ്റുകളിൽ ഇത്തരത്തിൽ ശക്തമായ ഹീറ്റ് വേവ് നിലനിൽക്കുന്നു എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നമുക്കറിയാവുന്നതാണ്, ഇന്നലെയാണ് യൂറോപ്പിലെ ഹീറ്റ് വേവുമായി ബന്ധപ്പെട്ട് വലിയ വാർത്തകളെല്ലാം തന്നെ പുറത്തു വരികയും ചെയ്തത്. 1300 മരണം ഔദ്യോഗികമായി തന്നെ വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ സ്ഥിരീകരിച്ചു. ഈ മരണം സ്ഥിരീകരിക്കുന്നത് എക്സസ് ഡെത്താണ്. അതായത് സാധാരണഗതിയിൽ ചരിത്രപരമായ അല്ലെങ്കിൽ അതിൻ്റെ കാൽക്കുലേഷനുകൾ അനുസരിച്ചുണ്ടാകുന്ന ഒരു മരണനിരക്കിനേക്കാൾ കൂടിയൊരു മരണനിരക്ക് ഉണ്ടാകുന്നതിനെയാണ് റെക്കോർഡ് ചെയ്യപ്പെട്ടിരിക്കുന്നത്. അത് പെട്ടെന്നുണ്ടാകുന്ന ഹീറ്റ് ഷോക്കിൽ മരിക്കുന്നവരുടെ കണക്കുകൾ എന്നതിനപ്പുറം തുടർച്ചയായി ഈ ചൂടുള്ള സാഹചര്യത്തിൽ ജീവിക്കുമ്പോൾ ഉണ്ടാകുന്ന മരണങ്ങളാണ് യൂറോപ്പിൽ റിപ്പോർട്ട് ചെയ്യുന്നത്. സമാന രീതിയിൽ തന്നെയാണ് ഈ ഹീറ്റ് വേവുമായി ബന്ധപ്പെട്ട മരണങ്ങൾ റിപ്പോർട്ട് ചെയ്യുക. എക്സസ് ഡെത്തുകളാണ് റിപ്പോർട്ട് ചെയ്യുക. സാധാരണയിൽ കഴിഞ്ഞ അസാധാരണ സ്വഭാവമുള്ള മരണനിരക്കാണ് റിപ്പോർട്ട് ചെയ്യുക. അത്തരത്തിലൊരു പ്രശ്നം അമേരിക്കയിൽ ഇതുവരെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല എങ്കിൽ കൂടി 36 മുതൽ 45 വരെ അല്ലെങ്കിൽ 40 കടക്കാനുള്ള സാധ്യതയൊക്കെ ഉണ്ട് എന്ന റിപ്പോർട്ടുകളാണ് അന്തരീക്ഷ നിരീക്ഷണ വിദഗ്ധരെല്ലാം തന്നെ അല്ലെങ്കിൽ കാലാവസ്ഥാ വിദഗ്ധരൊക്കെ തന്നെ ചൂണ്ടിക്കാണിക്കുന്ന ഒരു സാഹചര്യമുള്ളത്. നേരത്തെ ഗൗതം സൂചിപ്പിച്ചതുപോലെ അമേരിക്കയുടെ സ്വാതന്ത്ര്യദിനാഘോഷങ്ങളെല്ലാം തന്നെ മാറ്റിവെക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തിയിട്ടുണ്ട്. പകുതിയോളം ജനങ്ങൾ, അമേരിക്കയുടെ പകുതിയോളം ജനങ്ങളെ നേരിട്ട് ഇത് ബാധിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ചും തെക്കൻ മേഖലയിലും അതുപോലെ തന്നെ മധ്യമേഖലയിലും കിഴക്കൻ മേഖലയിലുമുള്ള മേഖലകളിലുള്ള ജനങ്ങളെയാണ് അതീവ ഗുരുതരമായി ഈ പ്രശ്നം ബാധിച്ചിരിക്കുന്നതെന്നാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നിലവിൽ നമുക്ക് ലഭ്യമാകുന്ന വിവരങ്ങളനുസരിച്ച് കാഷ്വാലിറ്റീസ് ഒന്നും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ലെങ്കിലും യൂറോപ്പിലുണ്ടായ ആ ഹീറ്റ് വേവിന് സമാനമായ രീതിയിൽ അമേരിക്കയിലെ പകുതി ഭാഗത്തെങ്കിലും ഇത്തരത്തിലൊരു ഹീറ്റ് വേവിലേക്ക് പോവുകയാണെങ്കിൽ വലിയ ആഘാതങ്ങൾ സൃഷ്ടിക്കുമെന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഗൗതം. ഓക്കെ ഐസൺ, വ്യക്തമാണ്. അമേരിക്കയിൽ എല്ലായിടത്തും അതിശക്തമായ ചൂടാണ്. ഇന്ന് അമേരിക്കയുടെ 250ാം സ്വാതന്ത്ര്യദിന ആഘോഷം പലയിടത്തും നടത്താൻ നിശ്ചയിച്ചുവെങ്കിലും ഈ അതിശക്തമായ ചൂടിനെ തുടർന്ന് ആളുകൾക്ക് പുറത്തിറങ്ങാൻ കഴിയാത്ത അവസ്ഥയാണ്. അതിനാൽ ആഘോഷങ്ങളൊക്കെ മാറ്റിവെച്ച് അതീവ ജാഗ്രതാ നിർദ്ദേശം ജനങ്ങൾക്ക് നൽകിയിരിക്കുകയാണ്. ഐസണാണ് ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്നും ചേർന്ന്